ഇടുക്കി നേര്യമംഗലം വില്യാംചിറയിൽ കെ.എസ്.ആർ.ടി.സി ബസിനും കാറിനും മുകളിൽ മരം കടപുഴകി വീണ് ഒരു മരണം. പാണ്ടിപ്പാറ സ്വദേശിയായ ജോസഫാണ് മരിച്ചത്. ബസിന്റെ പിൻഭാഗം പൂർണ്ണമായി തകർന്നു. കാറിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 3:30യോടെയാണ് നേര്യമംഗലത്തിന് സമീപം ഊന്നുകലിനിടയിലായി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. വലിയൊരു അപകടമാണ് ഉണ്ടായതായി കാണുന്ന കെ.എസ്.ആർ.ടി.സി ബസിന്റെ പിൻവശം ആകെ തകർന്നു. ഒരു വലിയ മരം വീണ് ഇവിടെ ഉച്ച മുതൽ തന്നെ വലിയ കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് മരം കടപുഴകി വീണത്. റോഡിലേക്ക് മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് ഒഴിവാക്കാനായി യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിരുന്നില്ല. ഈ 2 പേരായിരുന്നു കെ.എസ്.ആർ.ടി.സി ബസ്സിൽ ഉണ്ടായിരുന്നത്. ചേട്ടാ, ഈ അപകടത്തിന്റെ ഉണ്ടായ കാര്യം ഒന്ന് വിവരിക്കാം. നമ്മൾ ബ്ലോക്കായിട്ട് നിർത്തിയിട്ടൊക്കെ പറഞ്ഞു. നിൽക്കുമായിരുന്നു വണ്ടി നിന്നപ്പോഴേക്കും കുറേ കഴിഞ്ഞപ്പം ചില്ല എന്തോ പോലെ ബാക്കി കൂടെ സൗണ്ട് കേട്ടു. ഫ്രണ്ടിലേക്കും എല്ലാം ചില്ലയെല്ലാം വന്ന് ചാടി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടെ പേടിച്ച് വരണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് ബാക്കിലേക്ക് വന്ന് ചാടി കഴിഞ്ഞപ്പോൾ വലിയ മാമരം വന്ന് ചാടി കഴിഞ്ഞ് വണ്ടി പൊങ്ങി പെട്ടെന്ന് താന്നു സീറ്റിലാരുമില്ല. പിന്നെ സീറ്റിൽ ആളില്ലായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ചാടി കഴിഞ്ഞ് വണ്ടി പൊങ്ങി കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ബാക്കിലേക്കാണ് കാറിലേക്ക് മരം വീണത്. കെ.എസ്.ആർ.ടി.സി ബസ്സിന് തൊട്ട് പിന്നിലായി ഉണ്ടായിരുന്ന കറുത്ത ആൾട്ടോ കാറിൽ രാജാക്കാട് സ്വദേശികളായിട്ടുള്ള 4 കുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനായ ജോബിയുടെ ഭാര്യ അഞ്ജുവിന്റെ അച്ഛനുമായിരുന്നു ഉണ്ടായിരുന്നത്. ജോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജോസ് മുൻ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. ഈ മരം വീണ ദിശയിലായിരുന്നു ജോസ് ഇരുന്നിരുന്നത്. അതിനാൽ തന്നെ ജോസിന് ഗുരുതരമായി പരിക്കുകയും ജോസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയുമായിരുന്നു. അതിനുശേഷം ഇവിടെ വളരെ 3 കിലോമീറ്ററോളം വാഹന ഗതാഗതം തടസ്സപ്പെടുകയുണ്ടായി. ഇപ്പോൾ JCBയും അഗ്നിശമന സേനയും ഒക്കെ സ്ഥലത്തെത്തി ഈ വീണ വലിയ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നിരവധിയായ അപകടങ്ങൾ പതിവായി ഉണ്ടായിട്ടും അധികൃതർ ശ്രദ്ധയപ്പെടുത്തിയിട്ടും അതൊന്നും അവർ പരിഹരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. നേരത്തെ നമ്മൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തവണയല്ല ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു തീരുമാനം എടുക്കാനോ ഒരു ഫോറസ്റ്റുകാർ ഇത്ര നേരമായിട്ട് ഒരാൾ ഇവിടെ വന്നിട്ടില്ല. ഒരാൾ മരിക്കുകയും ചെയ്തു ആക്സിഡന്റ് വന്ന്. ഈ മരം മറിഞ്ഞതിന് ശേഷം ആ വള്ളിയെ തൂങ്ങി ആ മരം അനങ്ങണത് ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളിത് ആ സമയത്ത് മുറിച്ച് മാറ്റുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇത് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളില്ല. എന്താണെങ്കിലും ഇത് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ നിരുത്തരവാദപരമായ ഒരു കാര്യം നടക്കണേ. ഈ പ്രദേശം വളരെ അപകടകരമായ പ്രദേശമാണ് എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് രേഖപ്പെടുത്തി സെൻസിറ്റീവ് മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള മേഖലയാണ്. ജനങ്ങളെ എപ്പോഴും പ്രകൃതിക്ഷോഭത്തിന്റെ സമയങ്ങളിൽ ഇവിടുന്ന് മാറ്റിപ്പാർക്കാൻ ആളുകളോട് ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിൽക്കുന്ന മരങ്ങൾ അപകടകരമല്ല എന്നാണ് ഫോറസ്റ്റ് അധികാരികൾ പറയുന്നതെങ്കിൽ ഏത് മരമാണ് അപകടത്തിലുള്ളത് എന്ന് നിങ്ങൾ കാണിച്ചു തരേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇവിടെ ഒരു പാറ, കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു പാറ ആ മണ്ണിൽ നിന്ന് അടർന്നു മാറി ഇരിപ്പുണ്ട്. എപ്പോൾ വേണമെങ്കിലും റോഡിലേക്ക് പതിക്കാവുന്ന നിലയിലാണ് ആ പാറയുടെ സ്ഥാനം. അതുമെല്ലാം തന്നെ ഈ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ തന്നെ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനൊന്നും പരിഹാരം കാണാനായി ആരും ശ്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപകട ഭീഷണിയുള്ളതെല്ലാം മുറിക്കാനുള്ളത് ചെയ്യും. ഏറ്റവും അപകടകരമായത് മുറിക്കുകയാണ്. ഇപ്പൊ തന്നെ ഇതിന്റെ ബാലൻസ് നിൽക്കുന്നത് നമ്മളിപ്പോ തന്നെ നീക്കം ചെയ്യാം. നേര്യമംഗലത്തു നിന്നും നന്ദുഷ എസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.